ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അത്യന്തം ആശ്വാസകരവും നിർണായകരവുമായ ഒരു ഇമിഗ്രേഷൻ നയപ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തങ്ങളുടെ മാതാപിതാക്കളെ ഒപ്പം താമസിപ്പിക്കാനും അവർക്ക് രാജ്യത്ത് സ്ഥിരതാമസം അഥവാ പെർമനന്റ് റെസിഡൻസി ലഭ്യമാക്കാനും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി ന്യൂസിലാൻഡ് സർക്കാർ പാരന്റ് റെസിഡന്റ് വിസ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. 2026 ഒക്ടോബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമമനുസരിച്ച് മാതാപിതാക്കളുടെ വിസ വിതരണം 90% സീനിയോറിറ്റി സിസ്റ്റം വഴിയും ബാക്കി 10% ബാലറ്റ് അല്ലെങ്കിൽ റാൻഡം നറുക്കെടുപ്പ് സംവിധാനം വഴിയായിരിക്കും ക്രമീകരിക്കുന്നത്. വർഷങ്ങളായി ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ പരിഗണനയിലിരിക്കുന്ന അപേക്ഷകൾക്ക് മുൻഗണന നൽകാനും അതേസമയം പുതിയതായി അപേക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ന്യായമായ അവസരം ഉറപ്പാക്കാനുമാണ് ഈ പുതിയ 90/10 ഫോർമുല നടപ്പിലാക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൽ വർഷങ്ങളോളം EOI അഥവാ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് വിസ ലഭിക്കാൻ വലിയ കാലതാമസം നേരിട്ടിരുന്നു. ഇതിനാൽ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാർ തങ്ങളുടെ മാതാപിതാക്കളുടെ പരിചരണത്തിനും ഒപ്പം താമസിക്കുന്നതിനുമായി കടുത്ത മാനസിക സംഘർഷമാണ് അനുഭവിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ 90% ക്യൂ സിസ്റ്റം വരുന്നതോടെ ആദ്യം അപേക്ഷ സമർപ്പിച്ചവർക്ക് ക്രമാതീതമായി വിസ ലഭിക്കും എന്ന് ഉറപ്പു നൽകുന്നു. ഇത് ദീർഘകാലമായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി മാറും. ഇതോടൊപ്പം നടപ്പിലാക്കുന്ന 10% ബാലറ്റ് സംവിധാനം പുതിയ അപേക്ഷകർക്കാണ് ഏറെ പ്രയോജനപ്പെടുക. വിസ പ്രോസസ്സിംഗിലെ അനാവശ്യ കാലതാമസം ഒഴിവാക്കാനും ഭാഗ്യപരീക്ഷണത്തിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാതാപിതാക്കളെ രാജ്യത്തിലേക്ക് എത്തിക്കാനും ഈ 10% കോട്ട സഹായിക്കും. ബാലറ്റ് സിസ്റ്റത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദീർഘകാല കാത്തിരിപ്പില്ലാതെ തന്നെ അപേക്ഷാ നടപടികളിലേക്ക് നേരിട്ട് കടക്കാൻ സാധിക്കും. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് ഈ 2 തലത്തിലുള്ള വിസ വിതരണ രീതി ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ മന്ത്രാലയം അംഗീകരിച്ചത്. എന്നാൽ ഈ പാരന്റ് റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന മലയാളി കുടുംബങ്ങൾ ചില പ്രധാന നിബന്ധനകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്ന മക്കൾ ന്യൂസിലാൻഡിലെ പൗരന്മാരോ അല്ലെങ്കിൽ റെസിഡന്റ് വിസ ഉടമകളോ ആയിരിക്കണം. കൂടാതെ സ്പോൺസർ ചെയ്യുന്ന കുട്ടികളുടെ വാർഷിക വരുമാനം ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധിക്ക് അഥവാ ഇൻകം ത്രഷോൾഡിന് മുകളിലായിരിക്കണം. ന്യൂസിലാൻഡിലെ മിഡിൽ വേജ് അടിസ്ഥാനമാക്കിയാണ് ഈ വരുമാന പരിധി കണക്കാക്കുന്നത്. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒറ്റയ്ക്കാണ് മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള സാമ്പത്തിക തെളിവുകളും ദമ്പതികൾ ചേർന്ന് ജോയിന്റ് സ്പോൺസർഷിപ്പ് നൽകുകയാണെങ്കിൽ ഉയർന്ന വരുമാന പരിധിയും കാണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നികുതി രേഖകളും ടാക്സ് റിട്ടേണുകളും കൃത്യമായി സൂക്ഷിക്കുക എന്നത് വിസ അംഗീകാരത്തിന് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക നിബന്ധനകൾക്ക് പുറമെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും മെഡിക്കൽ ഫിറ്റ്നസും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ന്യൂസിലാൻഡിലെ പൊതുജന ആരോഗ്യ സംവിധാനത്തിന് സാമ്പത്തിക ഭാരം ഉണ്ടാക്കാത്ത രീതിയിൽ മാതാപിതാക്കൾക്ക് തൃപ്തികരമായ ആരോഗ്യനില ഉണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. മുൻകാല രോഗങ്ങളോ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് മെഡിക്കൽ വെയർ അപേക്ഷ നൽകേണ്ടി വരും. അതിനാൽ വിസ അപേക്ഷ നൽകുന്നതിന് മുൻപായി മാതാപിതാക്കളുടെ സമ്പൂർണ്ണ മെഡിക്കൽ പരിശോധന നടത്തുന്നത് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. 2026 ഒക്ടോബർ മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരാനിരിക്കെ ന്യൂസിലാൻഡിലുള്ള പ്രവാസി മലയാളികൾ ഇപ്പോൾ തന്നെ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതിനകം EOI സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലെ വിവരങ്ങളും കോണ്ടാക്ട് വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നിലവിൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകൾ 90% ക്യൂ സിസ്റ്റത്തിലേക്ക് നേരിട്ട് മാറ്റപ്പെടുന്നതായിരിക്കും. പുതിയതായി അപേക്ഷിക്കാൻ പദ്ധതിയിടുന്നവർ ഒക്ടോബറിന് മുൻപായി ആവശ്യമായ വരുമാന തെളിവുകൾ, IRD നികുതി സർട്ടിഫിക്കറ്റുകൾ, മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് രേഖകൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. ന്യൂസിലാൻഡിലേക്ക് കൂടുതൽ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും അവരെ രാജ്യത്ത് നിലനിർത്തുന്നതിനും മാതാപിതാക്കളുടെ സാന്നിധ്യം എത്രത്തോളം നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഈ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.